വെൽക്കം ടു ടെക്കീസ് ഓഫീസ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ആജി റിജാസ് ഖാൻ നാട്ടുവർത്താനം എന്ന പരിപാടിയിൽ എനിക്ക് പ്രസൻറ്റ് ചെയ്യാനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് ബിഗ് താങ്ക് യു. പിന്നെ എൻ്റെ ചാനലിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് ടെക്കീസ് ഓഫീസ് എന്നാണ്. യൂട്യൂബിൽ അവൈലബിൾ ആണ് എൻ്റെ ചാനൽ. അപ്പോൾ അവിടെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് എൻ്റെ ആസ് എ ടെക്കി, ഞാൻ IT പ്രൊഫഷണലിന് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ ഹോബീസിനെ കുറിച്ചിട്ടാണ് ഞാൻ മെയിൻലി ചാനൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹോബീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എൻ്റെ വണ്ടീനെ കുറിച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാർ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഒരു ഹോബിയാണ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ സ്റ്റഡി ചെയ്യും, എന്നിട്ട് ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് എന്താണെന്ന് സ്റ്റഡി റിസർച്ച് ചെയ്തിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ എൻ്റെ വണ്ടിക്ക് വേണ്ടി വാങ്ങും, അപ്ഗ്രേഡ് ചെയ്യും. അങ്ങനത്തെ ഇത് ഞാൻ ഒരു ഭാഗത്ത് ചെയ്യുമ്പോൾ പിന്നെ എനിക്ക് വേറെയും ഹോബീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വാച്ച് കളക്ടറാണ്. അപ്പോൾ എനിക്ക് കുറേ വാച്ചസ് ഉണ്ട്. അപ്പോൾ ഞാൻ വാച്ചിനെ കുറിച്ചും റിവ്യൂ ചെയ്യാറുണ്ട്, റിവ്യൂ വീഡിയോസും അൺബോക്സിങ് വീഡിയോസും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഷൂസ് ആണെങ്കിലും പിന്നെ പല ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇതൊക്കെ റിവ്യൂ ചെയ്യാനും മെയിൻലി ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് ഷെയർ ചെയ്യാനുമാണ് എൻ്റെ ചാനലിൻ്റെ മെയിൻ തീം എന്ന ഉദ്ദേശം. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ വിചാരിക്കുന്നത് എൻ്റെ ഈ കാറിനെ കുറിച്ചാണ്. BMW 3 സീരീസ് അല്ലെങ്കിൽ BMW 320d, അല്ലെങ്കിൽ ഇതിനെ പറയും F30 എന്നാണ് ഈ ഡിസൈനിൻ്റെ പേര്, F30 സീരീസ് എന്ന് പറയും. അപ്പോൾ ഇതിലെനിക്ക് എൻ്റെ ചാനലിൽ ഒരു യൂസർ എനിക്ക് ഫീഡ്ബാക്ക് തന്നിരുന്നു ഈ വണ്ടീനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയാണെങ്കിൽ 2014 മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പുതിയ വണ്ടി പോലെ റിവ്യൂ ചെയ്യണതിനായിട്ടും കൂടുതൽ ഞാൻ വിചാരിച്ചു ഒരു ലോങ് ടേം യൂസർ റിവ്യൂ തരാം. ഇപ്പോൾ ഈ കാറ് ഞാൻ അറൗണ്ട് 6 ഇയേഴ്സായി യൂസ് ചെയ്യുന്നു. പിന്നെ ഇത് 43,000 കിലോമീറ്റർ പ്ലസ് ഓടിയിട്ടുമുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിൽ ഒരു പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആസ് ഇൻ എൻ്റെ എക്സ്പീരിയൻസ്, ഇതിന് ഈ വണ്ടി യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്ന് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം ആയിട്ട് ഈ റിവ്യൂവിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇത് ഒരു നോർമൽ സ്റ്റോക്ക് വണ്ടിയല്ല. ഇതിൽ ചെറിയ മോഡിഫിക്കേഷൻസ് ഞാൻ പലപ്പോഴായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻസ് നമുക്ക് ആദ്യം നോക്കാം. മെയിനായിട്ട് ഇതിൽ എക്സ്റ്റീരിയർ മോഡിഫിക്കേഷൻസ് ഈ സ്ട്രൈപ്പ് സ്റ്റിക്കറിങ് ആണ്. ഇത് കാർബൺ ഫൈബർ സ്റ്റൈലുള്ള സ്റ്റിക്കറിങ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് 3M ആണ് ചെയ്തത്. പ്ലസ് ഇവിടെ ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ലൈനിൻ്റെ പോകുന്നുണ്ട്. പിന്നെ ഈ എംബ്ലം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതൊരു ഡിഫോൾട്ട് BMW എംബ്ലം അല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഇത് ആണ് ഡിഫോൾട്ട് BMW എംബ്ലം തന്നെയാണ്. പക്ഷേ ഇതിൽ ഇവിടെയും ബ്ലൂ കളറിന് പകരം ഞാൻ കാർബൺ ഫൈബർ വെച്ച് റാപ്പ് ചെയ്തിട്ട് ഇതിലെ ലുക്ക് മാറ്റിയതാണ് ബേസിക്കലി. പിന്നെ ഈ ഗ്രിൽ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ജർമ്മനിയിൽ ഓൺസൈറ്റുള്ള സമയത്ത് വാങ്ങിയ ഗ്രില്ലാണ്. ഇത് M3യുടെ സ്റ്റൈലിംഗ് ആണ് ഈ ഗ്രില്ലിൽ. പക്ഷേ ഇവിടെ കാർബൺ ഫൈബർ ഡിപ്പ് ചെയ്തിട്ടുള്ള സ്റ്റൈലുള്ള ഗ്രില്ലാണിത്, M3 സ്റ്റൈൽ ഗ്രില്ല്. പക്ഷേ ഇത് M3ന്ന് നമ്മൾ പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വണ്ടി ആകുമ്പോൾ എൻ്റെ വണ്ടി എന്താണോ അതെന്നെ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് M എന്ന് പറഞ്ഞാൽ M പെർഫോമൻസ് BMW മോഡിഫിക്കേഷൻസിന് ചെയ്യുന്നതാണ്. അപ്പോൾ M ബ്രാൻഡിങ് ആണെങ്കിൽ ദാറ്റ്സ് നോട്ട് ബാഡ്, അത് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇതിന് M ബ്രാൻഡിങ് കൊടുത്തു. പിന്നെ ഈ നമ്പർ പ്ലേറ്റ് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ജെൽ നമ്പർ പ്ലേറ്റ് ആണ്, കസ്റ്റം നമ്പർ പ്ലേറ്റ് ആണ്. ഇതിലും BMW M പെർഫോമൻസും 3 സീരീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഒരു ഒക്ടാഗണൽ ഷേപ്പ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു ഇത് ഡിസൈൻ ഇതിന് വൈറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടിയിലും കാർബൺ ഫൈബർ സ്റ്റിക്കറിങ്ങേ ചെയ്തിട്ടുള്ളൂ. ഞാൻ വേറെ ഇതൊന്നും ചെയ്തില്ല, കാരണം വണ്ടി ഓൾറെഡി ക്വൈറ്റ് ലോ ആണ്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ
അഗെയിൻ ഇവിടെ സ്റ്റിക്കറിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാർബൺ ഫൈബറിൻ്റെ തന്നെ സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പിന്നെ മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ് ഇതിൻ്റെ വീൽസ് ആൻഡ് ടയേഴ്സ് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ അലോയ് വീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSW by OZ റേസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറ്റാലിയൻ ബ്രാൻഡിൻ്റെ അലോയ് വീൽസാണ്. പക്ഷെ ഞാൻ ആക്ച്വലി ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് 225/50 R17 സ്റ്റോക്ക് ടയർ സൈസ്. അപ്പോൾ ഞാൻ സ്റ്റോക്ക് സൈസിൽ നിന്ന് മാറ്റിയിട്ടൊന്നുമില്ല, പക്ഷേ അലോയ്സ് ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. അതുപോലെ തന്നെ ടയേഴ്സ് സമയമായതുകൊണ്ട് ആക്സിലറിയുടെ PHR എന്ന് പറഞ്ഞിട്ടുള്ള ടയറിലേക്ക് ഞാൻ അപ്ഗ്രേഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ സിമിലർ ആയിട്ട് കാർബൺ ഫൈബർ ആൻഡ് ഗ്ലോസി ബ്ലാക്ക് സ്റ്റിക്കറിങ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എംബ്ലവും ഈ കാർബൺ ഫൈബർ സ്റ്റിക്കറിങ് ഞാൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കാണാം M സ്റ്റൈൽ ലോഗോ. അപ്പോൾ ഇവിടെ 320D എന്നുള്ളതിൻ്റെ ഞാൻ ഡീബാഡ്ജ് ചെയ്തിട്ടാണ് M സ്റ്റൈലിൻ്റെ ലോഗോ ഇട്ടത്, M പെർഫോമൻസ്. പിന്നെ മെയിനായിട്ട് ഒരു ചേഞ്ച് ഇതിൻ്റെ സ്പോയിലറാണ്. സ്പോയിലർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഒരു ഭയങ്കര അഗ്രസീവ് ലുക്ക് തരുന്നു ഈ സ്പോയിലർ. ഇത് M4 സ്റ്റൈൽ സ്പോയിലർ എന്നാണ് പറയുക. ഒരു ബുൾ ഹോൺ പോലെ തോന്നുന്ന ഒരു രീതിയിലുള്ള സ്പോയിലറാണ്. ഇതിന് ഞാൻ സെപ്പറേറ്റ് ഇൻസ്റ്റലേഷൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള എംബ്ലവും നമ്പർ പ്ലേറ്റും ഇവിടെയും ഉണ്ട്. ഇനി ഇൻറ്റീരിയർ മോഡിഫിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിൽ തന്നെ ഞാൻ ഒരു കവർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. ഒരു കസ്റ്റം സ്റ്റൈൽ M പെർഫോമൻസിൻ്റെ ഇവിടെ കാർബൺ ഫൈബർ ഫിനിഷും ഇവിടെ ലെതറുമുള്ള ഒരു ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അത് ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ലുക്ക് ആകെ മാറി. പിന്നെ ചെറിയ രീതിയിൽ ബാഡ്ജിങ് ഇവിടെ ഉണ്ട്, M സ്റ്റൈൽ ബാഡ്ജ്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ റാപ്പ് ചെയ്തിരിക്കുന്നത് കാണാം. കാർബൺ ഫൈബറും റെഡും രീതിയിൽ റാപ്പ് ചെയ്തിട്ടുണ്ട് ഇൻറ്റീരിയർ. പിന്നെ ഇവിടെ മെയിനായിട്ട് സ്പാർക്കോൻ്റെ ഹെഡ് റെസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു M സ്റ്റൈൽ ഒരു സീറ്റ് ബെൽറ്റിനും ഒരു കുഷ്യനുണ്ട്. ഇത്രയും ആണ് മെയിനായിട്ട് ഇൻറ്റീരിയറിൽ ഈ സ്റ്റിക്കറിങ്ങും വിഷ്വൽ മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുക. പിന്നെ താഴെ വരുമ്പോൾ ഞാൻ 70 മാറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ മൊത്തം. അതിൻ്റെയും ഇൻസ്റ്റലേഷനും ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യണമെങ്കിലും സ്റ്റിക്കറിങ് ഉണ്ട്. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ഡ്രൈവിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റിക്കറിങ് ഉണ്ട്. പിന്നെ ഇവിടെയും M സ്റ്റിക്കറിങ്. അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഇത് BMW ജെനുവിൻ പെർഫ്യൂം. ഒരു മോഡിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഈ വണ്ടിയിലുള്ള ഈ ലൈറ്റിംഗ് ആണ്. അത് ശരിക്കും കാണണമെങ്കിൽ ഇത് രാത്രിയാണ് ശരിക്കും വിസിബിൾ ആവുക. ഇപ്പം ഞാൻ M സ്റ്റൈലിങ്ങിലാണ് ഈ 3D പ്രൊജക്ഷൻ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇത് BMW ജെനുവിൻ പ്രൊഡക്റ്റാണ്. ഞാൻ BMW ഒരു ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ അവരെനിക്ക് വിത്ത് സർവീസ് ഫ്രീ ആയിട്ട് തന്നതായിരുന്നു ഈ ലൈറ്റ്. അപ്പോൾ ഇവിടെയും കാണാം 70 മാറ്റ്സ് കംപ്ലീറ്റ് വണ്ടിയുടെ ലുക്കേ മാറ്റി 70 മാറ്റ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ വേറെ ഇൻറ്റീരിയറിൽ വേറെ മോഡിഫിക്കേഷൻസ് അങ്ങനെ ഒന്നും ഇല്ല. ഈ വണ്ടിയായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ആസ് എ യൂസർ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോൾ ഞാൻ 6 years ആയിട്ട് യൂസ് ചെയ്യുന്ന കാറാണ്, പക്ഷേ 40,000 ഓടിയിട്ടുള്ളൂ, അപ്പോൾ എന്താണ് ഇത്ര കുറവ് യൂസ് എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൽ ആക്ച്വലി 3 years ഞാൻ ഓൺ സൈറ്റ് ആയിരുന്നു ജർമ്മനിയിൽ. അപ്പോൾ എൻ്റെ യൂസ് വളരെ മിനിമം ആയിരുന്നു. ഇപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നിട്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ കമ്പാരിറ്റീവ്ലി മോറാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ 6 years ആയത് കൊണ്ട് ഞാൻ ഇനീഷ്യലി ഫസ്റ്റ് 3 years ഇതിന് ഞാൻ BMW സർവീസ് ഇൻക്ലൂസീവ് അല്ലെങ്കിൽ BSI എന്ന് പറഞ്ഞിട്ടുള്ള പാക്ക് എടുത്തിരുന്നു. അപ്പോൾ ആ പാക്ക് ഞാൻ എടുത്തതിന് ശേഷം 1 year എക്സ്റ്റെൻഡും ചെയ്തിരുന്നു. അപ്പോൾ അറൗണ്ട് 4 years എനിക്കിതിന് BMW സർവീസ് ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുള്ള പാക്ക് എക്സ്ട്രാ പേ ചെയ്തിട്ട്, അപ്പോൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. വണ്ടിയുടെ എന്ത് പാർട്ട് റീപ്ലേസ് ചെയ്യാനുണ്ടെങ്കിലും അത് ഫ്രീ ആയിരിക്കും, സർവീസും ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആയ സ്ഥിതിക്ക് അങ്ങനെ നമ്മൾ കൊണ്ടു നടന്നു വണ്ടി. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് 2 years ആയിട്ടാണ് എനിക്ക് വണ്ടിയിൽ റിയൽ ആയിട്ടുള്ള സർവീസും അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു BMW വാങ്ങിക്കഴിഞ്ഞാൽ
അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഡ് BMW കിട്ടുകയാണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് കിട്ടുകയാണ്. പക്ഷേ അത് വിചാരിച്ചിട്ട് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കുറയുമെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ഇതൊരു ജർമ്മൻ കാറാണ് ആൻഡ് ഇതിൻ്റെ ഓരോ പാർട്സും മോസ്റ്റ് ഓഫ് ദം ആർ ഇമ്പോർട്ടഡ് പാർട്സ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ പാർട്സ് കോസ്റ്റ് ഓഫ് കോഴ്സ് ഭയങ്കര എക്സ്പെൻസീവ് തന്നെയാണ് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതിൻ്റെ ഒരു മിനിമം സർവീസ് കോസ്റ്റ് ഒരു 12-15,000 മിനിമം വരും. പിന്നെ അത് മാക്സിമം എന്തെങ്കിലും ചെറിയ പാർട്സൊക്കെ മാറ്റുകയാണെങ്കിൽ അത് കോസ്റ്റ് അതിനനുസരിച്ചിട്ട് കൂടും, ഉറപ്പായിട്ടും കൂടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് എൻ്റെ ഫാമിലി ട്രാവൽ ചെയ്ത് ബാംഗ്ലൂർ വന്ന സമയത്ത് ഒരു ബ്രേക്ക് പാഡിൻ്റെ ഒരു എറർ കാണിച്ചു. അപ്പോൾ ഞാൻ റിസ്ക് ഒന്നും എടുത്തില്ല, നേരെ BMW സർവീസ് സെൻറ്ററിൽ തന്നെ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ ബ്രേക്ക് പാഡ് മാറ്റി, ഫ്രണ്ട് ബ്രേക്ക് പാഡ്സ് മാത്രം 2 മാറ്റി. അതിൻ്റെ കോസ്റ്റ് വന്നത് അറൗണ്ട് 50,000 ആണ്. സോ ഞാൻ ഷോക്കായിപ്പോയി. കാരണം എത്ര ബ്രേക്ക് പാഡ് മാറ്റാൻ 50,000 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കോസ്റ്റും എല്ലാം BMW ഒറിജിനൽ അല്ലെങ്കിൽ ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒറിജിനൽ പാർട്സ് OEM തന്നെ ഞാൻ ഒരു ഇമ്പോർട്ടർ ഉണ്ട്, എനിക്കറിയാവുന്ന ഒരാൾ ഗൾഫ് ദുബായ് ആ ഏരിയയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യും പാർട്സ് ഫോർ മീ. ഞാൻ മുമ്പ് തന്നെ ഓർഡർ കൊടുക്കും. എന്നിട്ട് വേറെ എനിക്ക് പരിചയമുള്ള ഒരു സർവീസ് സെൻ്ററുണ്ട്, മുഷ്താങ് മോട്ടോഴ്സ്, അവിടുന്ന് ഞാൻ പാർട്സ് മാറ്റും. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓൾമോസ്റ്റ് ഹാഫ് കോസ്റ്റാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. മറ്റേത് ഇപ്പോൾ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കോമ്പണൻറ്റ് കേടാവുന്നതിന് ഇപ്പോൾ 6 years ആയതിന് ശേഷം പെട്ടെന്ന് കേടാവുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽ സ്പീഡ് സെൻസർ എന്നാണ്. അത് ഇതിൻ്റെ വീലിലുള്ള ഒരു സെൻസറാണ്. ഈ സെൻസർ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ABSന് പ്രശ്നമുണ്ട്, അതുപോലെ ഫ്ലാറ്റ് ടയറാണ്, അങ്ങനെ പല പ്രോബ്ലംസും, ഈവൻ ഡ്രൈവ് ട്രെയിൻ എറർ പോലും കാണിച്ചു തുടങ്ങി. അങ്ങനെ കാണിക്കുന്നതിൻ്റെ അർത്ഥം ആ കോമ്പണൻറ്റ് കേടാന്നല്ല, ഈ സെൻസർ, ഇത് സെൻസ് ചെയ്യണ സാധനം ആണ് കേട്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഒറിജിനലിന് ഒരു ബേസിക്കലി ഇത്ര പോകുന്നൊരു വയറാണ്, അതിൻ്റെ 10,000 ആണ് BMW ഒറിജിനലിൻ്റെ കോസ്റ്റ്. അപ്പോൾ എനിക്കിത് ഞാനിത് ഷെയർ ചെയ്യാം നിങ്ങൾക്ക്, ലിങ്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ. ഒരു ജർമ്മൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടറാണ്, മൂപ്പറിൻ്റെ ത്രൂ ഞാനിതിനെ 5,000 സംതിങ്ങിന് എനിക്ക് കിട്ടും. അപ്പോൾ ഞാനത് പിന്നെ ഈ മുഷ്താങ് മോട്ടോഴ്സിൽ പോയിട്ട് അവിടെ ജെനുവിനായിട്ട് സ്കാൻ ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട്. അത് വെച്ചിട്ട് വണ്ടി സ്കാൻ ചെയ്താൽ അവർക്ക് മനസ്സിലാവും ഏത് പാർട്ടാണ് ഇഷ്യൂ എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സ്കാനിങ് കോസ്റ്റ് മാത്രം, പിന്നെ പാർട്സ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് മാത്രമേ എനിക്ക് എക്സ്ട്രാ വരുന്നുള്ളൂ. അതുപോലെ ഇപ്രാവശ്യം ഞാൻ സർവീസ് ചെയ്തത് തന്നെ വണ്ടിക്ക് ഞാൻ എൻജിൻ ഓയിൽ ജെനുവിൻ മെർസിഡീസ് ബെൻസിൻ്റെ എൻജിൻ ഓയിൽ വാങ്ങി ത്രൂ ദിസ് ഇമ്പോർട്ടർ. എനിക്ക് കുറച്ച് കുറവ് പ്രൈസിൽ കിട്ടി. അതുപോലെ തന്നെ എന്തൊക്കെ ഫിൽറ്റേഴ്സാണ്, ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ, അങ്ങനെ ഫിൽറ്റേഴ്സും ഞാൻ ഇമ്പോർട്ടറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങി ഫോർ ചീപ്പർ. ആൻഡ് ഞാൻ ഇവിടെ കൊടുത്ത് റീപ്ലേസ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ സർവീസ് ഇപ്രാവശ്യം ചെയ്തത്. അതുപോലെ AC ഫിൽറ്റർ ഞാൻ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പല കോമ്പണൻസും അത് ഇൻ എ വേ കുറച്ചുകൂടി നമുക്ക് പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് എക്സാക്ട്ലി വണ്ടിയുടെ നമ്മൾ മാറ്റണത്. ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാറ്റി അത് മാറ്റി എൻജിൻ ഓയിൽ മാറ്റി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ നമ്മളവിടെ ഉണ്ടാവാറുണ്ടോ ഇതൊക്കെ ഇവർ മാറ്റുമ്പോൾ? അങ്ങനെ ഒരു ചീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. പക്ഷേ സ്കോഡയുടെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് മുമ്പ്. പുതിയ വണ്ടിയുടെ സാധനം മാറ്റിയിട്ട് പഴയ വണ്ടിയുടെ സാധനം അവർ തന്നെ മാറ്റിയിടണത് സർവീസ് സെൻറ്ററിൽ. അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമുക്ക് സ്വയം നിന്ന് നമ്മൾ മാറ്റിക്കുമ്പോൾ അത് നമുക്ക് ഉറപ്പാണ് ഇത് ജെനുവിൻ സാധനമാണ് ഇതിലേക്ക് പോണത്, വണ്ടിയിലേക്ക് പോണത്. അങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണ് ഇപ്പോൾ. അപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ട് എക്സ്പീരിയൻസ്. വണ്ടിയുടെ പെർഫോമൻസ് ഇതും പറയുകയാണെങ്കിൽ BMW is a driver's car.
ഈ വണ്ടിക്ക് ഭയങ്കര ഹൈ പെർഫോമൻസ് വണ്ടിയല്ല. BMW സ്റ്റാർട്ടിങ് റേഞ്ചിലുള്ളതാണ് ഈ 3 സീരീസ്. അപ്പോൾ ഇതിൻ്റെ മുമ്പാകെ ഒരു 1 സീരീസും കൂടി വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ 3 സീരീസിലെ സ്പോർട്ട് ലൈൻ ഇത് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇത് ടോപ്പ് എൻഡ് ആയിരുന്നു 3 സീരീസിൽ. പക്ഷെ ഇപ്പോൾ M സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ വേർഷൻ കൂടിയുണ്ട്. അപ്പോൾ സ്പോർട്ട് ലൈനിൽ ഇതിൻ്റെ മെയിനായിട്ട് ഇൻറ്റീരിയറും ഇതുമാണ് സ്പോർട്ട് ലൈനിൽ കുറേ കൂടി സ്പോർട്ടി ഇൻറ്റീരിയറും ഒക്കെയാണ് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലിറ്റർ എൻജിനാണ്, 183 bhp അറൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എക്സ്പീരിയൻസാണ്. അത് നമ്മൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുമ്പോഴേ ഇതിൻ്റെ ഫീൽ നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. അത് വേറെ എനിക്ക് തോന്നുന്നു, ഞാൻ മെർസിഡീസും ഓഡിയും ഒക്കെ ഓടിച്ചിട്ടുണ്ട്. ഐ നെവർ ഗോട്ട് ആ ഡ്രൈവേഴ്സ് എക്സ്പീരിയൻസ്, ഈ വണ്ടിയുടെ ഡ്രൈവേഴ്സ് എക്സ്പീരിയൻസ് ആ വണ്ടികളിലൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ പോർഷും അങ്ങനത്തെ കുറച്ചുകൂടി ഹയർ എൻഡിൽ ഉണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷേ എനിവേ ഐ ആം എ വെരി സാറ്റിസ്ഫൈഡ് ആസ് എൻ എന്തൂസിയാസ്റ്റ്. ഞാനൊരു വണ്ടിയുടെ എന്തൂസിയാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് കാറിൽ. പിന്നെ ഞാൻ ഇതിൽ ഓരോ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും എൻ്റെ ഓൺ ടേസ്റ്റ് വെച്ചിട്ട് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കുറേ അധികമൊന്നും ഷെയർ ചെയ്യാൻ പറ്റിയില്ല, എന്നാലും എനിക്ക് പറ്റാവുന്ന ഇൻഫർമേഷനൊക്കെ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫീഡ്ബാക്ക് തരുമോ, അതിനനുസരിച്ചിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. താങ്ക് യു.